नमस्ते बच्चों, सबका हार्दिक स्वागत। खुश है ना? देखिए, കഴിഞ്ഞ ദിവസം നമ്മൾ ഹതാശാസെ एक വ്യക്തി बैठ गया था എന്ന പാഠഭാഗത്തിലെ ഏതാനും ഭാഗം മാത്രമാണ് ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് അത് ചർച്ച ചെയ്യുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പാഠഭാഗം അവിടെ ഇരുന്ന് തന്നെ പഠിച്ചെടുക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ മറ്റു പരിപാടിയിലേക്ക് നീങ്ങാവൂ. അങ്ങനെ ഓരോ പാഠഭാഗവും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ഈ വിഷയത്തിൽ A+ നേടാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആമുഖത്തോടു കൂടെ നമുക്ക് പാഠഭാഗത്തേക്ക് നീങ്ങാം. देखिए, हमारा पाठभाग का नाम क्या हताशा से एक व्यक्ति बैठ गया था, है ना? टिप्पणीकार कौन है? हाँ बताइए. श्री नरेश सक्सेना. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है यह, है ना? ऐसा है तो पन्ना संख्या 16 देखिए, पेज नंबर 16. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. कविता लगातार अर्थ क्या है? लगातार निरंतरമായി അല്ലേ? ഈ കവിത നിരന്തരമായി കൊണ്ട് നഹീം ജാന്നെ ഔർ ജാന്നെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. നഹീം ജാന്ന എന്നും ജാന്ന എന്നും ബയാൻ കർത്തി ജാത്തി ഹെ എന്ന് വെച്ചാൽ, ബയാൻ എന്ന് വെച്ചാൽ മൊഴിയുക അല്ലേ? അതായത് ബയാൻ കർത്തി ജാത്തി ഹെ, മൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കവിതയിൽ നഹീം ജാന്ന ജാന്ന നഹീം ജാന്ന ജാന്ന ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശില്പ് കി ഇസ് ബാരിക് കാരിഗരിക്കോ ദേഖേം. ശില്പിയുടെ അല്ലെങ്കിൽ കവിയുടെ, നമ്മുടെ വിനോദ് കുമാർ ശുക്ലജിയുടെ ഇസ് ബാരിക് കാരിഗരിക്കോ ദേഖേം. ബാരിക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മമായ, കാരിഗരി എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രചനാ കൗശലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള രചനാ കൗശലത്തെ ദേഖേം നമുക്കൊന്ന് നോക്കാം. അതായത് വിനോദ് കുമാർ ശുക്ലജിയുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ രചനാ കൗശലത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് ശ്രീ നരേഷ് സക്സേനയുടെ പറയുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ രചനാ കൗശലത്തെക്കുറിച്ചിട്ട് ശ്രീ നരേഷ് സക്സേനയ്ക്ക് പറയാനുള്ളത്? നോക്കൂ. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में किस लोकगीत के स्थाई की तरह बार बार लौटता है. गद्य में लिखी हुई किस कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है യാദ് നഹീം ആ രഹ. എന്താ പറയുന്നു നോക്കൂ. വോ മുझे नहीं जानता था, അദ്ദേഹത്തിനിക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെക്കോ ജാൻതാ था, കൈകൾ നീട്ടാൻ അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഹം ഏക് ദൂസരെക്കോ നഹീം ജാൻതേ थे, ഞങ്ങൾ ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ थे, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ആ കവിതയിലെ വരികളാണ് ഈ പറഞ്ഞത് അല്ലേ? അങ്ങനെ നമ്മുടെ ടിപ്പണിക്കാർ പറയാണ്, യഹ് നഹീം ജാന്ന. ഇവിടെ ഈ നഹീം ജാന്ന എന്നുള്ളതും ഔർ ജാന്ന എന്നുള്ളതും കവിതാമേ, ഈ കവിതയിൽ കിസ് ലോക് ഗീത് കെ സ്ഥായി കി തറ, ഏതോ നാടൻ പാട്ടിലെ, ലോക് ഗീത് എന്ന് വെച്ചാൽ നാടൻ പാട്ട്, ഏതോ നാടൻ പാട്ടിലെ സ്ഥായി കി തറ. സ്ഥായി എന്ന് വെച്ചാൽ ശരിക്കും വായ്ത്തരി അല്ലേ? നമ്മുടെ നാടൻ പാട്ടിൽ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ വിക്ടറി ചാനലിൽ ടീച്ചർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്ഥായി എന്നുള്ളത്. ടീച്ചർ ഒരു നാടൻ പാട്ടൊക്കെ കേൾപ്പിച്ച് അതിലെ വരികളൊക്കെ കാണിച്ച് ആ നാടൻ പാട്ടിൽ ആവർത്തിച്ച് വരുന്ന ആ വാക്കുകൾ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വായ്ത്തരി അല്ലെങ്കിൽ സ്ഥായി എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. നമുക്ക് സ്ഥായി ക്യാ എന്ന് വെച്ചാൽ നമുക്ക് പറയാം, ലോക് ഗീതോ മേ ബാർ ബാർ ആനെ വാലെ ശബ്ദോം കോ സ്ഥായി कहते हैं. അഥവാ നാടൻ പാട്ടിൽ ആവർത്തിച്ച് വരുന്ന ആ വാക്കുകളെയാണ് നമ്മൾ സ്ഥായി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വരികളുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് നാടൻ പാട്ടൊക്കെ വളരെ ത്രില്ലായിട്ട്, നമ്മൾ നാടൻ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ നമ്മളതിങ്ങനെ അതൊക്കെ പാടി പോകുന്നുണ്ടല്ലോ അല്ലേ?
അത് കാരണം ആ വരികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു എന്നുള്ള ആ രസകരമായിട്ടുള്ളൊരു അവസ്ഥ കൊണ്ടാണ് നമുക്ക് ആ പാട്ടിനോടൊക്കെ അത്ര വലിയ താല്പര്യം തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ കവിതയും എന്നാണ് ഇവിടെ നമ്മുടെ ടിപ്പണിക്കാർ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നഹീം ജാന്ന ജാന്ന എന്നുള്ളത് കവിതാമേ, കവിതയിൽ കിസി ലോക്ഗീത് കെ സ്ഥായി കി തറ, ഏതോ നാടൻ പാട്ടിലെ വായ്ത്തരി പോലെ ബാർ ബാർ ലൗട്ടാ ഹെ, വീണ്ടും വീണ്ടും മടക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയാം, ഗദ്യമേം ലിഖി ഹുയി കിസ് കവിതാമേ, ഗദ്യ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഏത് കവിതയിലാണ് ലിരികൾ എന്ന് വെച്ചാൽ ലിറിക്സ്, വരികൾ, യാ ഗീതാത്മകത കാ ബോത്ത്, അല്ലെങ്കിൽ ഇത്രയും നല്ല ഗീതാത്മകത എന്ന് വെച്ചാൽ ഗീതാത്മകത കാ മത്ലബ് ക്യാ ഹെ, ഗാനാത്മകത അല്ലേ. ഗാനാത്മകത എന്ന് വെച്ചാൽ പാട്ട് പാടാൻ രൂപത്തിൽ, പാടാൻ പറ്റിയ രൂപത്തിലുള്ള കവിത, അതാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് ഇസ് ഖൂബിക്കെ സാത്ത്, ഇത്രയും നല്ല രൂപത്തിൽ, ഇത്രയും നല്ല പോലെ ഹിന്ദിക്ക് കിസ് കവിതാമേ, ഹിന്ദിയിലെ ഏത് കവിതയിലാണ് ആയാഹെ വന്നിട്ടുള്ളത്, യാദ് നഹീം ആരഹ, ഓർമ്മിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ വരുന്നില്ല എന്നാണ് നമ്മുടെ ടിപ്പണിക്കാർ പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സാധാരണ കവിത എഴുതുന്ന സമയത്ത് ഗദ്യരൂപത്തിലുണ്ടാവും, ചിലത് പദ്യരൂപത്തിലുണ്ടാവും അല്ലേ. അതായത് ഗദ്യരൂപത്തിലുള്ള കവിത നമുക്ക് നല്ല രീതിയിൽ അത് ചൊല്ലി കേൾപ്പിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ നമ്മുടെ വിനോദ് കുമാർ ശുക്ലജി എഴുതിയിട്ടുള്ള ഈ കവിത ഗദ്യരൂപത്തിലാണെങ്കിൽ പോലും നമുക്കതിനെ നല്ല രീതിയിൽ ചൊല്ലിക്കേൾപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഈ കവിത, ഇത്രയും നല്ല കവിത മറ്റൊരു ഗദ്യരൂപത്തിൽ എഴുതിയ കവിതയും ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രീ നരേഷ് സക്സേന ഇതിലൂടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം, ആ പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. വോ മുझे नहीं जानता था, അദ്ദേഹത്തിനിക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, കൈകൾ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹീം ജാൻതേ തെ, ഞങ്ങൾ ഒരാൾക്ക് മറ്റൊരാളെ അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചലന ജാൻതേ തെ, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇവിടെയൊക്കെ നഹീം ജാന്ന, ഈ നഹീം ജാന്ന ഔർ ജാന്ന എന്നുള്ള വാക്കുകൾ കവിതാമേം കിസി ലോക് ഗീത് കെ സ്ഥായി കി തറ, കവിതയിലെ ഏതോ നാടൻ പാട്ടിലെ വായ്ത്തരി പോലെ ബാർ ബാർ ലൗട്ടാ ഹെ, വീണ്ടും വീണ്ടും ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്നു. ഗദ്യമേം ലിഖി ഹുയി കിസ് കവിതാമേം, ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഏത് കവിതയിലാണ് ലിരികൾ യാ ഗീതാത്മകത കാ ബോധ്, ഇത്രയും നല്ല വരികളും ഇത്രയും ഗാനാത്മകത രൂപത്തിലുള്ളതുമായിട്ട് ഹിന്ദിക്ക് കിസ് കവിതാമേം, ഹിന്ദിയിലെ ഏത് കവിതയിലാണ് ആയാഹെ വന്നിട്ടുള്ളത്, യാദ് നഹീം ആരഹ, ഓർമ്മ വരുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിനിക്ക് ഇത്രയും നല്ല വരികളും ഗദ്യരൂപത്തിൽ എഴുതിയിട്ട് പോലും ഇത്രയും നല്ല ഗാനാത്മക രൂപത്തിൽ ആയിട്ടുള്ള കവിത ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. എന്താ പറയുക നോക്കൂ, നമ്മുടെ ടിപ്പണിക്കാർ അദ്ദേഹത്തിൻ്റെ രചനാകൗശലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്. ജയ്സെ, ഏതുപോലെ, കിസി ഗസൽ മേം ആക്രി ഷെർക്കെ ആക്രി ശബ്ദ്, ഏതെങ്കിലും ഒരു ഗസലിൻ്റെ അവസാന വരിയിലെ അവസാന വാക്ക്, ആക്രി ഷെയർ എന്നുവെച്ചാൽ അവസാന വരിയിലെ ആക്രി ശബ്ദ് അവസാനത്തെ വാക്ക്, ശ്രോതാവും കി ജുബാൻ പർ, കേൾക്കുന്നയാളുടെ ജുബാൻ എന്ന് വെച്ചാൽ നാവ് അല്ലേ, ജുബാൻ പർ ആ നാവിൻ തുമ്പിൽ, ആപ്സെ ആപ്പ് ആ ജാത്തെ ഹായ്, സ്വയം വന്നു ചേരുന്നു. വൈസെ ഹി, അങ്ങനെ തന്നെ, അതുപോലെ തന്നെ ഇസ് കവിത കെ അന്തിം ശബ്ദ്, ഈ കവിതയിലെ അവസാനത്തെ വാക്ക്, യാനി അതായത് ഏത്, സാത്ത് സാത്ത് ചലന കെ ബാത്ത്, സാത്ത് സാത്ത് ചലന എന്നുള്ള ആ വാക്കിന് ശേഷം യദി കവിത പാട് രോക് ദിയ ജായെ തോ, ഒരു പക്ഷേ പാടുന്ന ആൾ, കവിത ചൊല്ലുന്നയാൾ രോക് ദിയ ജായെ തോ, അത് നിർത്തിക്കഴിഞ്ഞാൽ, സുന്നെ വാലെ കേൾക്കുന്നയാൾ കുദ് വാക്യ പൂരാ കർ ദേങ്കെ, സ്വയം, ഖുദ് എന്ന് വെച്ചാൽ സ്വയം, വാക്യ പൂരാ കർ ദേങ്കെ ആ വാക്യം പൂർത്തീകരിക്കും, ആ സെൻറ്റൻസ് അദ്ദേഹം പൂർത്തീകരിക്കും. അവർ കഹേങ്കെ അദ്ദേഹം എന്നിട്ട് ആ കേൾക്കുന്ന ആൾ പറയും ജാൻതേ ദേ, ആ ബാക്കിയുള്ള വാക്ക് കേൾക്കുന്ന ആളായിട്ട് ചൊല്ലും എന്നുള്ളതാണ്. എന്താ ഈ പാരഗ്രാഫിൽ പറയുന്നത്?
ഒന്നുമില്ല, ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ സാധാരണ ഒരു ഗസൽ കേൾക്കുന്ന സമയത്ത് വെറുതെ നമ്മുടെ ക്ലാസ്സിൽ ഒന്നും വേണ്ട, ഗസൽ എന്ന് വേണ്ട, നമ്മളിപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഏതെങ്കിലും ഒരു പാട്ട് 4 വരി പാടിയിട്ട് വെറുതെ ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ അതിൻ്റെ ബാക്കി മൂളിപ്പോവും അല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ഈ വിനോദ് കുമാർ ശുക്ലജിയുടെ ഈ കവിത ഒരാളിങ്ങനെ നല്ല ട്യൂണിലിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഭാഗം ഈ കേൾക്കുന്നയാൾ അറിയാതെ അങ്ങ് ചൊല്ലിപ്പോവും. അഥവാ അത്രയും രസകരമായ രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വരികളെല്ലാം അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ആ പാരഗ്രാഫിലേക്ക് വരാം. ജैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की ज़ुबान पर आपसे आप जाते हैं. ഇതുപോലെ ഒരു ഗസലിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ശ്രോതാവും കി ജുബാൻ പർ അഥവാ കേൾക്കുന്നയാളുടെ നാവിൻ തുമ്പിൽ ആപ്സ് ആപ്പ് ആ ജാത്തെ ഹൈ സ്വയം വന്നു ചേരുന്നു. വൈസേ ഹി അതുപോലെ തന്നെ ഇസ് കവിത കെ അന്തിം ശബ്ദ് ഈ കവിതയുടെ അവസാനത്തെ വാക്ക് യാനി അതായത് സാത്ത് സാത്ത് ചലന എന്നുള്ളത് കെ ബാദ് അതിൻ്റെ ശേഷം യദി കവിത പാട് രോക്ക് ദിയ ജായത്തോ ഒരുപക്ഷെ കവിത ചൊല്ലുന്ന ആൾ പാട് രോക്ക് ദിയ എന്ന് വെച്ചാൽ നിർത്തിക്കഴിഞ്ഞാൽ രോക്ക് ദിയ ജായത്തോ അത് നിർത്തിക്കഴിഞ്ഞാൽ സുന്നെ വാലെ കുദ് വാക്യ പൂരാ കർ ദേങ്കെ കേൾക്കുന്നയാൾ ആ സെൻറ്റൻസ് പൂർത്തീകരിച്ചു കൊണ്ട് പറയും ജാൻതേ ദേ എന്നുള്ളത് ബാക്കി ആ കേൾക്കുന്നയാളങ്ങ് ചൊല്ലിപ്പോവും. അത്രയും രസകരമായ കവിതയാണ്, അത്രയും നല്ല രൂപത്തിൽ എഴുതിയ കവിതയാണ് ഈ കവിത എന്നുള്ളതാണ് ടിപ്പണിക്കാർ ഈ പാരഗ്രാഫിലൂടെയും പറയുന്നത്. लास्ट पैराग्राफ. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. शेष पंक्तियाँ उसी कहे गए को और सघन और गहरा करती है. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. किंतु यह संदेश कविता में उपदेश की तरह नहीं आता. എന്താ പറയുന്നത് നോക്കൂ. ഈ കവിത ജാന്ന ശബ്ദക്ക് ജാന്ന എന്നുള്ള വാക്കിൻ്റെ രൂഢിഗ്രസ്ത് അർത്ഥക്കോ രൂഢി എന്ന് വെച്ചാൽ പാരമ്പര്യം രൂഢിഗ്രസ്ത് അർത്ഥക്കോ പരമ്പരാഗതമായിട്ടുള്ള ആ അർത്ഥത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ജാന്ന എന്നുള്ളത് കൊണ്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരർത്ഥമുണ്ട്. എന്താണത്? നമ്മൾ ജാന്ന എന്നുള്ള അറിയുക എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? പരമ്പരാഗതമായിട്ട് കാലങ്ങളോളായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് ജാന്ന എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് അറിയുക എന്നുള്ളതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒരു വ്യക്തിയുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പദവി, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ അറിയും എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ജോ വ്യക്തിക്ക് നാം പതേ ഉംർ ഓഹ്ദെ യാ ജാതി സെ ജാന്നെ കോ ജോഡ്തി ഹെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു അർത്ഥത്തെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കവിത ജാന്ന ശബ്ദക്ക് ജാന്ന എന്ന വാക്കിൻ്റെ രൂഢിഗ്രസ്ത് അർത്ഥക്കോ ആ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥത്തെ പൂരി തരസെ പൂർണ്ണമായിട്ടും ബദൽ ദേത്തിയെ മാറ്റിമറിക്കുന്നു. ഈ ജാന്ന എന്നുള്ളതിൻ്റെ അർത്ഥം ഇതല്ല. ഈ ജാന്ന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള അർത്ഥമല്ല. പിന്നെയോ കവി നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജാന്ന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെക്കുറിച്ച് നമ്മൾ അറിയും എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഉസ്കെ സങ്കട്സ് അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ നിരാശ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ അറിയാം എന്ന് പറയാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും നമുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന ടിപ്പണിക്കാരൻ നമുക്ക് അല്ലെങ്കിൽ കവിതയിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞ നമ്മുടെ വിനോദ് കുമാർ ശുക്ലജി പറഞ്ഞു തന്ന ഒരർത്ഥം. അതാണ് ഈ വാക്കിലൂടെ അദ്ദേഹം ഈ കവിതയിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥത്തെ മാറ്റിമറിക്കുന്നു എന്ന് പറയുന്നത്. ബാക്കിയോ
ഇസ് കവിത की पहली दो पंक्तियों में भी ഈ കവിതയുടെ ആദ്യ രണ്ട് വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത് കർ ദേത്താ ഹെ. കവി തൻ്റെ മുഴുവൻ കാര്യങ്ങളും, പൂരി ബാത്ത് വെച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ള തൻ്റെ മുഴുവൻ കാര്യങ്ങളും കെ ദേത്താ ഹെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഈ കവിതയിലെ ആദ്യ രണ്ട് വരി വായിച്ചാൽ തന്നെ നമുക്കറിയാം ഈ കവിതയിൽ എന്താ പറയുന്നത്, ഈ കവിത കൊണ്ട് കവി എന്താ ഉദ്ദേശിച്ചത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ആ രണ്ട് വരികളിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വരികൾ എന്തിനാ? ശേഷ് പങ്ക്തിയാം, ബാക്കിയുള്ള വരികൾ ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞവയെ തന്നെ ഔർ സകൻ, ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, ഗാഢതയുള്ളതും ഔർ ഗഹര, ഒന്നുകൂടി ആഴമേറിയതുമാക്കിയിട്ട് മാറ്റുന്നു. സഖൻ എന്ന് വെച്ചാൽ ഗാഢതയുള്ള, അല്ലേ? അതുപോലെ തന്നെ ഗഹര എന്ന് വെച്ചാൽ എന്താ? ഗഹര ആഴമുള്ള. അപ്പോൾ ഈ രണ്ട് വരികൾ പറഞ്ഞതിന് ശേഷമുള്ള വരികളൊക്കെ ഈ പറഞ്ഞതിനെ തന്നെ ഒന്നുകൂടി ആഴത്തിലേറിയതാക്കിയിട്ട് അദ്ദേഹം അതിനെ വിശദീകരിച്ച് ഇങ്ങനെ പറയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് രണ്ട് വരി വായിച്ചാൽ തന്നെ നമുക്ക് ഈ കവിതയിലുള്ള ഏകദേശം അതിൻ്റെ ആശയമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഈ പാരഗ്രാഫിലൂടെ ടിപ്പണിക്കാർ പറയുന്നത്. കവിത കാ സന്ദേശ് ഹെ കി, കവിതയുടെ സന്ദേശം എന്താണ്? ദോ മനുഷ്യോം के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है. दो मनुष्यों के बीच, രണ്ട് മനുഷ്യർക്കിടയിൽ, മനുഷ്യത का एहसास, മനുഷ്യത്വം എന്നുള്ള ആ ഒരു അനുഭവം, യാനി അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, മനുഷ്യത്വം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ജാൻകാരിയാം ജരൂരി നഹി ഹെ, അറിവ് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം അറിയുക എന്നുള്ളത് ജരൂരി നഹീം ഹെ, അത് അത്ര അത്യാവശ്യമൊന്നുമില്ല. പരസ്പരം അറിയുക എന്നുള്ളതല്ല നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നാണ് ഈ കവിതയിലൂടെ കിട്ടുന്ന സന്ദേശം. കിന്തു എന്നാൽ ഈ ഒരു സന്ദേശം കവിതാമേ, കവിതയിൽ ഉപദേശ് കി തരഹ നഹീം ആത്ത, ഒരു ഉപദേശ രൂപത്തിൽ വരുന്നില്ല. നമ്മൾ കവിത വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടായിരിക്കണം എന്ന് നമ്മളോടൊരു ഉപദേശ രൂപത്തിലൊന്നും കവിതയിൽ പറയുന്നില്ല. പക്ഷേ കവിത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം ഇതാണ് എന്ന്. ഈ പാരഗ്രാഫ് നമുക്കൊന്നുകൂടെ പറയാം. യഹ് കവിത ജാന്ന ശബ്ദ കെ രൂഢീഗ്രസ്ത് അർത്ഥ കോ പൂരി തരഹ സെ ബദൽ ദേത്തി ഹെ. ഈ കവിത ജാന്ന എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥത്തെ പൂർണ്ണമായിട്ടും മാറ്റി മറിക്കുന്നു. ബദൽന എന്ന് വെച്ചാൽ മാറ്റുക എന്നുള്ള അർത്ഥം. ഇസ് കവിത की पहली दो पंक्तियों में, ഈ കവിതയിലെ ആദ്യ രണ്ട് വരികളിൽ, ഹി എന്ന് വെച്ചാൽ ആ വരികളിൽ, രണ്ട് വരികളിൽ തന്നെ കവി അപ്പനി പൂരി ബാത് കർ ദേത്താ ഹെ, കവിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയാം, ബാക്കിയുള്ള വരികൾ ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞവയെ തന്നെ ഔർ സകൻ, ഒന്നുകൂടെ ഗാഢതയുള്ളതും ഔർ ഗഹര, ഒന്നുകൂടെ ആഴമുള്ളതുമാക്കിയിട്ട് കർത്തിയെ ചെയ്യുന്നു. അതിനൊന്നുകൂടെ ഗാഢതയുള്ളതും ആഴത്തിലേറിയതുമാക്കിയിട്ട് മാറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അതിനെ വീണ്ടും വിശദീകരിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. കവിത കാ സന്ദേശ് ഹെ കി, കവിതയുടെ സന്ദേശം എന്തെന്നാൽ ദോ മനുഷ്യോം കെ ബീച്ച്, രണ്ട് മനുഷ്യർക്കിടയിൽ, മനുഷ്യത കാ എഹ്സാസ്, മനുഷ്യത്വം എന്ന ആ ഒരു അനുഭവം, എഹ്സാസ് എന്ന് വെച്ചാൽ അനുഭവം, യഹി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, യാനി അതായത് മാനവീയ സംവേദന ഹോന ജരൂരി ഹെ, മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ജാൻകാരിയാം ജരൂരി നഹി ഹെ, പരസ്പരം അറിയുക എന്നുള്ളത് ജരൂരി നഹി ഹെ, അതത്ര അത്യാവശ്യം അല്ല. കിന്തു എന്നാൽ ഇസ് സന്ദേശ് കവിതാമേം ഉപദേശ് കി തരഹ നഹീം ആത്ത, ഈ സന്ദേശം കവിതയിൽ ഒരു ഉപദേശ രൂപത്തിൽ വരുന്നില്ല. ഇതാണ് ഈ കവിതയിലൂടെ ടിപ്പണിക്കാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ജാന്ന ശബ്ദ की लेखक की व्याख्या से आप कहाँ तक सहमत है? എന്താ ചോദിക്കുന്നത്? ജാന്ന ശബ്ദ की, ജാന്ന എന്ന വാക്കിനെ ലേഖക് की व्याख्या से, ലേഖകൻ വ്യാഖ്യാനിക്കുന്നതിനോട് ആപ് കഹാം തക് സഹമത്ത് ഹെ,
നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? നമുക്കറിയാം ഈ പാഠഭാഗത്തിൽ ജാന്ന എന്നുള്ള വാക്കിനെക്കുറിച്ച് എന്താണ് പരമ്പരാഗതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും നമ്മുടെ ലേഖകൻ വേണ്ടതുപോലെ ഈ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ട് തന്നെ ഈ ചോദ്യവും അതിൻ്റെ ആൻസറും നിങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോവരുത്. കാരണം പരീക്ഷയ്ക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒരു പക്ഷേ ഈ ചോദ്യം അതുപോലെ ചോദിക്കണമെന്നില്ല, പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ പോവരുത്. ഈ പാഠഭാഗത്ത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ചോദ്യം ഇത് തന്നെ ആവട്ടെ. ചോദ്യം ഒന്നുകൂടെ പറയാം. ജാന്ന ശബ്ദ की लेखक की व्याख्या से आप कहाँ तक सहमत है? ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജാന്ന എന്നുള്ള വാക്കിനെ ലേഖകൻ വ്യാഖ്യാനിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ലേഖകൻ എന്താണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? നമുക്കറിയാം ജാന്ന എന്നുള്ളത് കൊണ്ട് പരമ്പരാഗതമായിട്ട് നമ്മളൊരു വ്യക്തിയുടെ പേര്, വയസ്സ്, നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് അല്ലെ, നമ്മുടെ അടുത്തൊരു കൂട്ടുകാരൻ, അവനെക്കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. ആ കൂട്ടുകാരനെ നമുക്കറിയോ? നമുക്കറിയാം. എന്തറിയാം? അവൻ്റെ പേര്, വയസ്സ്, അല്ലെങ്കിൽ അവൻ്റെ പദവി, അവനെവിടെ ജീവിക്കുന്നു, അവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് അവനെ അറിയാമെന്ന് പറയാൻ പറ്റുമോ? നമ്മളുടെ ഒരു കൂട്ടുകാരനാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിലുള്ള അവൻ്റെ പ്രയാസങ്ങൾ, അവൻ്റെ ജീവിതത്തിലുള്ള അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അവയെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. അവയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയണം. അപ്പോഴേ നമുക്ക് എൻ്റെ കൂട്ടുകാരനെ എനിക്കറിയാം എന്ന് പറയാനുള്ള ഒരു യോഗ്യതയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ എന്താണ്? ലേഖകനോട് യോജിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം. എന്ത്? ലേഖകൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ മറ്റുള്ളവരുടെ പേര്, വയസ്സ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ജാന്ന എന്നുള്ളത് കൊണ്ട് ഒരാളുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തികച്ചും ശരിയാണ് എന്ന് തന്നെയാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. എന്നാൽ അത് ഹിന്ദിയിൽ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പറയാം लेखक का कहना सही है, लेखक का कहना सही है। हम दूसरों को उनके नाम, पता, उम्र, ओहदे, जाति आदि के द्वारा जानते हैं, लेकिन असल में किसी को जानना है तो उसके जीवन के असलियत को जानना है। उसका दुख, निराशा, असहायता और कठिनाइयों को जाने बिना जानना कभी पूरा नहीं होता. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ അതിന് ആൻസർ എഴുതാം. ഒന്നുകൂടെ പറയാം. लेखक का कहना सही है, हम दूसरों को उनके नाम, पता, उम्र, ओहदे, जाति आदि के द्वारा जानते हैं, लेकिन असल में किसी को जानना है तो उसके जीवन के असलियत को जानना है. उसका दुख, निराशा, असहायता और कठिनाइयों को जाने बिना जानना कभी पूरा नहीं होता. ഇതിൻ്റെ അർത്ഥം നമുക്കൊന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ അർത്ഥം വരുന്നത് ലേഖക കഹന സഹി ഹെ, ലേഖകൻ പറഞ്ഞത് ശരിയാണ്. ഹം ദൂസരോം കോ, നമ്മൾ മറ്റുള്ളവരെ, ഉൻകെ നാം, പത്ത, ഉംർ, ഓഹുദ, അവരുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജാതി ആദിക്ക് ദ്വാര ജാനത്തെ ഹൈ, അതുപോലെ ജാതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഖേനയാണ് അറിയുന്നത്. ലേക്കിൻ അസൽ മേ, പക്ഷെ യഥാർത്ഥത്തിൽ കിസിക്കോ ജാനാ ഹെ തോ, ഒരാളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഉസ്കെ ജീവൻ കെ അസലിയത്ത് കോ, അവരുടെ ജീവിതത്തിലെ യഥാർത്ഥത്തെ, അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ ജാന്നാ ഹെ, അറിയേണ്ടതുണ്ട്. അതായത് ഉസ്ക ദുഃഖ്, അവൻ്റെ ദുഃഖം, നിരാശ, അസഹായത, ഒരു കഠിനായിയും കോ, അവൻ്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും, ജാനെ ബിന, അറിയില്ലെങ്കിൽ, ജാന്ന കഭി പൂരാ നഹീം ഹോത്ത, ജാന്ന എന്നുള്ള വാക്ക് ഒരിക്കലും അത് പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ്
അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യവും അതിൻ്റെ ആൻസറും നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം വരുന്നത് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 4 വരി അല്ലെങ്കിൽ ഒരു 6 വരി 8 വരി കവിത നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഈ കവിതയാവില്ല, വേറെ ഏതെങ്കിലും 4 വരി അല്ലെങ്കിൽ 6 വരി അല്ലെങ്കിൽ കുറച്ച് വരികൾ കവിത തന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ ഈ കവിതയെക്കുറിച്ച് എന്താണ് ഇൻ പങ്ക്തിയോം കെ ആധാർ പർ ടിപ്പണി ലിഖിയം എന്ന് പറയും. ഈ വരികൾ അടിസ്ഥാനമാക്കിയിട്ട് ടിപ്പണി എഴുതും. ഏത് ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 4 മാർക്കിനുള്ള ഈ ചോദ്യം എല്ലാ ചോദ്യപേപ്പറും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ടിപ്പണി എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നരേഷ് സക്സേന എഴുതിയ ടിപ്പണി നമ്മൾ മനസ്സിലാക്കി അതുപോലെ ആവണം നമ്മൾ മറ്റുള്ള ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ടിപ്പണി തയ്യാറാക്കുന്നത്. ഇവിടെ ശ്രീ നരേഷ് സക്സേന ടിപ്പണി തയ്യാറാക്കിയ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കവിക പരിചയ് ദിയ ഹെ അല്ലേ, കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കവിതാക്ക സന്ദേശ് ലിഖാ ഹെ അല്ലേ, കവിതയുടെ സന്ദേശം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കവിതാക്ക ആശയ സംക്ഷിപ്ത രൂപसे പ്രസ്തുത കിയാ ഹെ, കവിതയുടെ ആശയം വളരെ ചുരുങ്ങിയ രൂപത്തിൽ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കവിതാക്കെ ശില്പപക്ഷിക വിശ്ലേഷൺ കിയാ ഹെ, കവിതയിലെ അദ്ദേഹത്തിൻ്റെ ആ രചനാ കൗശലങ്ങളൊക്കെ ഇവിടെ വിശകലനം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട 1-2 വരികൾ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാം. നമ്മുടേതായിട്ടുള്ള ഒരു നിഷ്കർഷ് എപ്പോഴും അതിലുണ്ടായിരിക്കണം. നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കവിതയെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ടിപ്പണി തയ്യാറാക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നല്ല ഒരു ശീർഷക് ഹോനാ ചാഹിയെ, നല്ല ഒരു ശീർഷകവും ഒരു ഹെഡിങ്ങൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ ആവണം നിങ്ങൾ നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. ഒന്നാമത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ഒരു ടിപ്പണി തയ്യാറാക്കുമ്പോൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും. ഇതോടെ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ठीक है, धन्यवाद.